മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആൻഡ് ദാറ്റ് ഇസ് റിവ്യൂ റൈറ്റിംഗ്. അപ്പൊ നമുക്കൊരു ചാപ്റ്റർ തന്നിട്ട് അതിന്റെ റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം? ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ഏത് ടൈപ്പ് വർക്ക് ആണ്, എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ മേജർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാൻ പോവാണ്. സോ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എന്താണ് വർക്കിന്റെ ടോപ്പിക് എന്താണ്, ആരാണ് എഴുതിയത്, എവിടെ നിന്നാണ് എടുത്തത് പോലത്തെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. ഇൻ ദി ആറ്റിക് എന്ന് പറയുന്നത് എന്താണ്? യെസ്, സ്പിൽമാന്റെ ദ പിയാനിസ്റ്റ് എന്നുള്ള വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു. ഈ വർക്ക് എന്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? വിത്ത് ദ സിറ്റുവേഷൻ ഓഫ് ജൂസ് ഇൻ ജർമ്മൻ ഓക്യുപ്പൈഡ് വാർസോ. ജർമ്മൻ ഓക്യുപ്പൈഡ് വാർസോയിലുള്ള ജൂസിന്റെ അവസ്ഥയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് the settings of the narration is in the attic of a building where Spillman was hiding. അപ്പൊ ഈ ഒരു ഹോൾ സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണ്? ഒരു ആറ്റിക്കിലാണ് അല്ലെ, സ്പിൽമാൻ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആറ്റിക്കിലാണ്. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തു, അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്തു, എവിടെയാണ് സെറ്റിംഗ് എന്ന് ആഡ് ചെയ്തു, നമ്മൾ അതിന്റെ തീം ആഡ് ചെയ്തു. സോ ഇത്രയും ഡീറ്റെയിൽസിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒരു 3 to 4 ലൈൻസിൽ കിട്ടും. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് സമ്മറിയുടെ കൂടെ, സമ്മറി ഉണ്ട്, അതിന്റെ കൂടെ നമ്മളുടെ പ്ലോട്ടിന്റെ ഡെവലപ്മെന്റ്, ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ്. അത് മാത്രമല്ല, ഇത് വായിച്ചിട്ട് ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്, ഇതൊക്കെയാണ് ഇനി നമ്മുടെ മെയിൻ ബോഡിയിൽ ഉണ്ടാവാൻ പോകുന്നത്. Spillman is the narrator. Yes, yet another ഒരു important ആയിട്ടുള്ള fact ആണ്. We see that he feels helpless in the beginning after being seen by a German officer. In a while, the reader along with the officer learns that Spillman is a Jew hiding from the German army. Okay, അപ്പൊ ഇത് വായിക്കുമ്പോഴാണ് നമുക്കും അതേപോലെ ആ ഓഫീസർക്കും മനസ്സിലാവുന്നത് എന്ത്? സ്പിൽമൻ ഒരു ജൂ ആണ്, ജർമ്മൻ ആർമിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. Officer Rosenfeld, who is ashamed of his nationality due to recent change of politics, assures him safety. The officer helps him find a place to hide and provides him food. ബാക്കി നമ്മൾ സമറിയിലാണ് പറയുന്നത് അല്ലെ, അദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസർ ആണ് ആൻഡ് അദ്ദേഹം ഇദ്ദേഹത്തിന് എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്? സേഫ്റ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് പറഞ്ഞ് നമ്മുടെ അടുത്ത പാരഗ്രാഫ് കഴിഞ്ഞു. Then we are moving on to our next paragraph. In the story, we get to explore the psyche of a fear-stricken lonely man. ഇത് നമ്മുടെ ഇൻസൈറ്റ് ആണ്. എന്ത്? ഈ ഒരു സ്റ്റോറി വായിക്കുമ്പം പേടിച്ച് ജീവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട മനുഷ്യന്റെ സൈക്കി, അയാളുടെ ചിന്താഗതിയിലൂടെ, അയാളുടെ ഒരു സൈക്കോളജിക്കൽ ട്രാവലിലൂടെ നമുക്കും അത് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണ്. ഓക്കെ, he is grateful for the sympathy shown by the officer and want to do something for him. At the same time, he is lost in thoughts often. അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. കാരണം അദ്ദേഹം ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ആൻഡ് പലപ്പോഴും അദ്ദേഹം സ്വന്തം തോട്ടിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു. Most of his days are spent listening to the outside world. The artillery fire and sounds of guards downstairs creates a situation of eeriness. നമുക്കിനി ഇത് വായിക്കുന്ന സമയത്ത് ആ ഒരു ആർട്ടിലറി ഫയറും അതേപോലെ ഗാർഡ്സിന്റെ വരവും പോക്കും ഒക്കെ നമ്മളെ തന്നെ ടെൻഷനിലാക്കുന്നുണ്ട്. നമ്മൾക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പേടി ആ ക്യാരക്ടർ നമ്മളിലേക്ക് പകർന്നു തരുന്നുണ്ട്. The last meeting between the officer and the narrator brings hope to the latter. On Christmas, he relives all Christmas memories, and by 15 January, he realizes that there is a sudden change in environment. അപ്പം ക്രിസ്മസിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ ഫാമിലി വലുതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതേപോലെ 15 ജനുവരിയിൽ ഒരു വലിയ ചേഞ്ച് വരികയാണ്. In a few days, Spillman realizes that he was going to be free after 6 years. അല്ലെ, സ്പിൽമാന് മനസ്സിലാവാൻ അദ്ദേഹം ഫ്രീ ആവാൻ പോവാണ് 6 വർഷങ്ങൾക്ക് ശേഷം. And once identified himself as a refugee, Spillman slowly gets back to his life and lives as an independent person. അങ്ങനെ സ്ലോലി അദ്ദേഹം എന്താവാണ്? ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇതിൽ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. ഇസ് ദി ഡിലമ ദാറ്റ് ഹാപ്പൻഡ് അല്ലെ, ആ ഒരു കെയോസ് ദാറ്റ് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസർ ആണെന്ന് വിചാരിച്ച് അദ്ദേഹം പോളിഷ് ആർമിയുടെ കൈയാൽ വധിക്കപ്പെടാൻ പോവുകയായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ചെറിയ ട്വിസ്റ്റൂടെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ദർ ഇസ് എ സഡൻ റഷ് ഓഫ് ഫീലിംഗ്സ് വെൻ ദിസ് ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കൊടുത്തിട്ട് ഇത് എൻഡ് ചെയ്യാണ്.
അപ്പൊ കൺക്ലൂഷനിൽ നമ്മൾ പറയും ദ മെമ്മോ പെയിന്റ്സ് ദ റിയാലിറ്റി മെനി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് വെൻ ത്രൂ വെൻ ഹേറ്റ്രഡ് കംസ് ഇൻ ടു പവർ അല്ലെ. അപ്പൊ ഹേറ്റ്രഡ് പവറിലേക്ക് വരുമ്പോൾ അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മളെ അവെയർ ആക്കുന്ന ഒരു മെമ്മോ ആണിത്. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് പാരഗ്രാഫ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് തിരിച്ച് എല്ലാ പാരഗ്രാഫും ഡിഫറെന്റ് ആക്കി എഴുതി ഇടയിൽ ലൈൻ വിട്ടിട്ട് തന്നെ ആ ഒരു പാരഗ്രാഫ് ഡിവിഷൻ കാണിക്കണം. നിങ്ങൾ ഹെഡിങ് എഴുതാൻ മറക്കരുത്. ആൻഡ് അത് മാത്രമല്ല, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ സെറ്റ് ആയി എന്ന് തോന്നുന്നു. അപ്പൊ ഇതേപോലെ വേറെയും നമുക്ക് 7 മാർക്സിന് വരുന്ന ഡിസ്കോസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 16-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഞാൻ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ടൈമിന് ചാനലിൽ ഉണ്ടാവുക, എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് വരിക. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ഡിസ്കോഴ്സസ് ആണ് ഡിസ്കഷനിൽ വേണ്ടത്, ഏതൊക്കെ ഡിസ്കോഴ്സസിന്റെ വീഡിയോസ് ആണ് വേണ്ടത്, ഷോർട്സ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.